നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ടുള്ളൊരു, നമുക്ക് തന്നെ സ്റ്റോറിൽ വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു കളക്ഷനിൽ പെട്ടതാണ്. നമുക്ക് ഇങ്ങനെ ജോർജറ്റ് മെറ്റീരിയലിലും എംബോസിംഗ് ആയിട്ടും ഹൈ പാറ്റേൺ ചെയ്തെടുക്കുന്ന വലിയ വലിയ ഡിസൈനേഴ്സിൻ്റെ അവരുപയോഗിക്കുന്ന ആ സെയിം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസാണ്. അതിങ്ങനെ മനീഷ് മൽഹോത്ര, സബ്യാസാക്ഷി അവരുടെയൊക്കെ കളക്ഷൻസിൽ വരുന്ന ഹെവി പാറ്റേൺ ചെയ്തിട്ടുള്ള സെയിം അതേ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസാണ്. ഫുള്ളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽസാണ്. എല്ലാം തന്നെ മീൻസ് ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ഓൾ മെറ്റീരിയൽസും കൊറിയൻ ഫാബ്രിക്സ് ആണ്. അതിങ്ങനെ ഇതിൻ്റെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ കൊറിയൻ കളക്ഷൻസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഹെവി ഹാൻഡ് വർക്കാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവരുടെയൊക്കെ ജയിലുകളിലാണ് ഇതിൻ്റെ കളക്ഷൻസും ഇതിൻ്റെ വർക്കുകളും നടക്കുന്നത്. അത്രയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളൊക്കെ അവരിങ്ങനെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗിക്കുന്ന ഓരോരോ രീതികളാണ്. ഞാനിപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കൊറിയൻ ജയിലുകളിൽ മെൻ ആൻഡ് വിമൻ രണ്ട് കൂട്ടരും ഇരുന്നിട്ടുള്ള അവരുടെ ആ ഒരു ഫ്രീ ടൈമിൽ അവരുടെ ആ ഒരു മാൻ പവർ യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ഫാബ്രിക്. ഇപ്പം ചൈനയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് കൊറിയൻ ഫാബ്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാബ്രിക് വരുന്നത് ഇതിങ്ങനെ ഹൈ എംബോസിംഗ് ആയിട്ട് വന്നിട്ട് വളരെ ഡിസൈനറായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ ഈ മെറ്റീരിയൽസിൻ്റെ കളറും ഡിസൈനും ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ നല്ല ഒരു കോൺസെപ്റ്റാണ്. ഇത് ഫാബ്രിക് ഗൗണായിട്ട് ചെയ്തെടുക്കാം, ഹൈ പാറ്റേൺ ഗൗണായിട്ട് ചെയ്തെടുക്കാം, കുട്ടികളുടെ ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു 5.5 മീറ്ററിൽ സാരി ആയിട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്കാലപ്പ് മാത്രമായിട്ട് ചെയ്ത് കൊടുത്താലും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ്. ഇങ്ങനെ ജോർജറ്റിലൊക്കെ വരുന്ന പുതിയ പുതിയ കളക്ഷൻസിൻ്റെ ഈ ഫാബ്രിക്, ബേസ് ഫാബ്രിക് ഒരു ജോർജറ്റിനോട് ഫീൽ വരുന്ന ഒരു കണ്ടോ, ഇതിൻ്റെ തേര് വരുമ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഈ ജോർജറ്റിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ്. അതിൽ തന്നെ ഇങ്ങനെ എംബോസിങ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് സാരി ആയിട്ട് എടുത്താലും നമുക്ക് 5.5 മീറ്ററിലുള്ള ഈ ഒരു കോൺസെപ്റ്റിൽ എടുക്കാം. അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്യൂസിങ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഹൈ പാറ്റേണിലുള്ള ഗൗണായിട്ട് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു മനീഷ് മൽഹോത്രയുടെയൊക്കെ പാറ്റേണിൽ ഇതിൻ്റെ തന്നെ ഓർഗൻസയുടെ ഒരു ഹെവി റിച്ച് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. അത് ഞാൻ നമ്മുടെ പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഒരു സ്പ്രൗട്ട് ഗ്രീൻ്റെ ഒക്കെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അത്ര ഡാർക്കിലേക്ക് പോകുന്നില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണിത്. ഇതാണ് മെറ്റീരിയലിൻ്റെ ആ ഒരു സ്ട്രക്ചർ. ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത്ര വലിയ ഒരു ഹെവി മെറ്റീരിയൽ ആണെങ്കിലും അത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതൊരു ലാവൻഡർ ലൈലാക്ക് ഷെയ്ഡ്. ഇതിന് ഏകദേശം ഒരു 44-48 വിഡ്ത്താണ് വരിക. സാരി ലെങ്ത് ആയിരിക്കും. ഇതൊരു ഡാർക്ക് പർപ്പിളിനോട് ചേരുന്ന ഒരു കളറ്. മൗ കളറായാലും കുറച്ചും കൂടെ ഡാർക്കായിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 695 ആണ്. പെർ മീറ്റർ വരുന്നത് 695 ആണ്. നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഈ എംബോസിങ്ങിനാണ് ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. മെറ്റീരിയലും കുറച്ചും കൂടെ അത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ തിക്കാണ്. ഒരു ക്രൈപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കിൻ്റെ ചേർന്ന് പോകുന്നത്. ഇതിങ്ങനെ നമ്മൾ 1 ലെയർ ഇടുമ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല. ഗൗണൊക്കെ ഫുൾ ഗൗണായിട്ട് എ ലൈൻ പോലെ ഇങ്ങനെ വന്നിട്ടുള്ള സൈഡ് സ്ലീറ്റൊക്കെ വന്നിട്ട് ഹൈ ഡിസൈനർ കോൺസെപ്റ്റിൽ നമുക്ക് എന്തൊരു പാറ്റേണും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഫാബ്രിക്കാണ്.
ഫാഷൻ ഷോസിലൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണിത്. ഇത് വീണ്ടും ഇങ്ങനെ ഒരു എംബോസിങ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഗ്രേ, ലാവൻഡർ ഗ്രേ ഒക്കെ ഒരു കോമ്പിനേഷനിൽ 695 ആണ് പ്രൈസ് വരുന്നത്. ഈ മെറ്റീരിയലിന് നല്ല ലാസ്റ്റിങ്ങും ഉണ്ട്. അതുപോലെ ഇത് അത്ര അയൺ ചെയ്താൽ ഈ ഒരു റിങ്കിളായിട്ടുള്ള ആ ഒരു ഫീലിംഗ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ്. ഇതൊരു യെല്ലോ, മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്ക് അതിൻ്റെ തന്നെ ഒരു ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു കളറ്. ഈ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ തന്നെ ഒരു പുതിയൊരു നമ്മളെപ്പോഴും കാണാത്ത ടൈപ്പിലുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽസാണ്. ഇതൊക്കെ അങ്ങനെ വരുന്ന, ഇതൊക്കെ 1 മീറ്റർ എടുത്തിട്ടായാലും കുട്ടികളുടെ ഫ്രോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെപ്പോഴും കാണാത്ത പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ ക്രിയേഷൻസുമാണ്. ഇതൊക്കെ തന്നെ നമ്മളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസാണ്. ഞാൻ ഈ മെറ്റീരിയൽസിൽ നിന്ന് പുതിയ ഗൗണും മെറ്റീരിയൽസിൽ നിന്ന് സാരിയും എല്ലാം ഡിസൈൻ ചെയ്യാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു യെല്ലോ ഷെയ്ഡിലേക്ക്, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ഒരു ഇത്തരത്തിലുള്ള ഈ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസിൻ്റെ കമൻറ്റ് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഇതിലേക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതൊക്കെ ഇങ്ങനെ പഞ്ചിങ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇതാണ് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇൻസൈഡ് ഇങ്ങനെ വരുന്നു. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫുൾ ഗൗൺ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ബാൻഡിൽ, കോളർ നെക്കിൻ്റെ ബാൻഡിൽ മാത്രം ഹൈ ആയിട്ടുള്ള ഒരു റെയിൻബോ കട്ട് ബീഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലേക്കും അങ്ങനെ ഇവിടെ ഇത് പുതിയതായിട്ട് വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ വന്നിട്ട് സ്ലിറ്റ്, ആ ഒരു നീ ലെങ്ത് വരെ സ്ലിറ്റ് കൊടുത്ത് ഫുൾ ഗൗൺ പോലെ ഒരു ഫ്ലെയർ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ഡിസൈൻ ചെയ്തിരുന്നു. നല്ല ബോഡി ഫിറ്റായിട്ട് നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. അതിൻ്റെ പിക്സ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം പേജിലോട്ട്. ഇതൊരു ഗ്രേ കളറിൽ വന്നിട്ടാണ്. ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക്. ഇതിനൊക്കെ സിൽവർ കട്ട് ബീഡ് കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹൈലൈറ്റും ഫാബ്രിക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഹാൻഡ് വർക്കുകൾ കൊടുത്തിട്ട് ഉള്ള ഹെവി പാറ്റേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇത് മെയിൻലി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. ഇതൊരു ടീൽ ബ്ലൂ കളറിലേക്ക്. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 695 ആണ്. ക്ലോത്ത് വാഷബിൾ ആണ്, നമുക്ക് കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ തന്നെ ഒരു പൗഡർ പിങ്ക് ഷെയ്ഡിലേക്ക് ഡിസൈൻ കുറച്ച് വ്യത്യാസമായിട്ട് ഈ ഒരു സ്ട്രക്ചറാണ്. നമ്മളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മളുടെ വെബ് പേജിൽ www.poonolil.com എന്ന പേജിൽ അവൈലബിൾ ആണ്.
ഈ ഒരു മെറ്റീരിയൽ വരുന്നതും ഇതേപോലെയുള്ള ഒരു ഇതാണ് നല്ല വശം വരുന്നത്. ഇതാണ് നല്ല വശം വരുന്നത്. ഇതൊക്കെ വെഡ്ഡിങ് ഗൗൺ ചെയ്തെടുക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള ഹൈ പാറ്റേണിൽ വന്നിട്ടുള്ള പാറ്റേൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഈ കളറൊക്കെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കളേഴ്സുകളാണ്. ഇതൊരു മസ്റ്റർഡ് യെല്ലോ കളറിലേക്ക്, മസ്റ്റർഡ് യെല്ലോയുടെ തന്നെ ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള മഞ്ഞ കളറ്. ഇത് അതിൻ്റെ തന്നെ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ. ബ്ലാക്കിനൊക്കെ അസാധ്യമായിട്ടുള്ള ഭംഗിയാണ്. ഒന്നും ഇതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ എനിക്കറിയില്ല. അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. വളരെ സോഫ്റ്റാണ്. പിന്നെ ഒരു സ്പൺ ഫീലിംഗ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഈ മെറ്റീരിയൽസിൻ്റെ ഒരു സ്ട്രക്ചർ അത്രയും നല്ലൊരു ഇതും ആ ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മൾ ആദ്യം കാണിച്ച മെറ്റീരിയലിൽ വരുന്ന ആ ഒരു ക്വാളിറ്റിയാണ്. റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണിത്. മെയിൻലി മോഡൽസും അങ്ങനെയുള്ളവർക്കൊക്കെ ബോഡി ഫിറ്റിങ്സ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ഈ മെറ്റീരിയൽസ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഏത് ബോഡി സ്ട്രക്ചറിനും കുറച്ചൊരു ലൂസ് ഫിറ്റായിട്ടും സ്റ്റിച്ച് ചെയ്തിടാം. 695 ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത്. ഇതും 695 ആണ് പെർ മീറ്റർ വരുന്നത്. ഇതിങ്ങനെ വെർട്ടിക്കലിയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് 58 ഇഞ്ചെങ്കിലും വീതി കാണും. അപ്പോൾ നമുക്ക് 2.5 മീറ്റർ ആയിട്ടുള്ള ഒരു ടോപ്പൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ വളരെ കുറച്ച് മെറ്റീരിയൽ മതി. ഇതാ ഇങ്ങനെ ഫ്ലോർ ലെങ്ത്ത് വരെയുള്ള ഗൗൺ ചെയ്തെടുക്കാം. ഫ്ലോർ ലെങ്ത്ത് വരെയുള്ള ഗൗണായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഡയാന സ്യൂട്ട് അങ്ങനെയുള്ള ഒക്കെ ഏത് ബോഡി ഫിറ്റിങ്ങിനും പറ്റിയിട്ടുള്ള ഒരു തരം മെറ്റീരിയലാണ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. നല്ല ഡാർക്ക് ലാവൻഡർ ലൈലാക്ക് ആ ഒരു ഷെയ്ഡിൽ. ഇതൊരു 58-60 ചേർന്ന് വരുന്ന രീതിയിലുള്ള ലെങ്ത്ത് ഉണ്ട്. ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് മാത്രമായിട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ളവർ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ ചൂസ് ചെയ്താൽ മതി. ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലേക്ക് കോഫി വൈൻ അതിങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു കളറ്. എല്ലാവരും തന്നെ മാക്സിമം ഈ മെറ്റീരിയൽസ് ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. കാരണം അത്രയും നല്ലൊരു മെറ്റീരിയലാണ്. നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ട്, വാഷബിളാണ്. ഈ മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ കണ്ടിട്ട് അയൺ ചെയ്യരുത് എന്നുള്ളൊരു ആ ഒരു അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയൽസാണിത്. നല്ല പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.